തേങ്ങ കൂട്ടി തിന്നോ? ലക്ഷദ്വീപിൽ രണ്ടാമത്തെ ദിവസം കടലിൽ സ്നോർക്കലിങ്ങും കയാക്കിങ്ങും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ രാവിലെയാണ് 8-9 മണിയായിട്ടുള്ളൂ. പക്ഷേ കടലിൽ ഇന്നലെ മുതൽ വൈകിട്ട് മുതൽ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കയാക്കിങ്ങും സ്നോർക്കലിങ്ങും അത്ര ബെറ്ററല്ല എന്നുള്ളൊരു അഭിപ്രായത്തിൽ ഞങ്ങളിങ്ങനെ കടപ്പുറത്ത് നടന്ന് കടലിൽ കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും സാദിക്കും നൗഫൽ ബായും കൂടി ഞങ്ങൾ കടപ്പുറത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കടപ്പുറത്തൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. കടലിൽ നിന്ന് തന്നെ വൃത്തിയാക്കിയ ചൂര മീനുകളുമായിട്ട് കുറച്ച് അപ്പുറത്ത് നിർത്തിയ ബോട്ടിൽ നിന്ന് ചെറിയ തോണിയിൽ കയറ്റിയിട്ട് ഈ ചൂര മീൻ കരയിൽ കൊണ്ടുവരുന്നൊരു കാഴ്ച കണ്ടു. അപ്പോൾ ഞങ്ങളതെന്താണെന്ന് നോക്കുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഒരു മാസ് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ചൂര ഉണക്കിയിട്ട് കിട്ടുന്ന ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഈ മാസ് എന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ എൻ്റെ കൂടെയുള്ള നൗഫൽ ബായി തന്നെ ഇപ്പോൾ സാദിക്ക് അവിടെ ഇവരെ തോണിയൊക്കെ വെള്ളത്തിൽ പോകാതൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. നൗഫൽ ബായി പോയിട്ട് എങ്ങനെയാണ് ഈ മാസം ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഇതിനകം പഠിച്ചു. അപ്പോൾ നൗഫൽ ബായി എന്നാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ. അടിയിൽ തീയിടൂല്ലേ? പോകാം. ഒരു ദിവസം അല്ലേ? ഒരു ദിവസം 24 മണിക്കൂർ പോകട്ടെ. ഇങ്ങനെ കഷ്ടപ്പെട്ടു ഇതേപോലെ ആവും. ഈ ആയ പീസ് കഴിക്കാൻ പറ്റും. 7 ദിവസം ഉണക്കിയിട്ട് ഇതേപോലെ ആവും. 7 ദിവസം ഇങ്ങനെ ഉണക്കണം അല്ലേ? ഇതാണ് മാസ് അല്ലേ? അപ്പോൾ ഇതാണ് മാസ്. അപ്പോൾ ഇത്രയും ഉണക്കായതിനു ശേഷം ഇവർ ഇത് കൊട്ടയിലിട്ട് കിലുക്കും. അപ്പോൾ കൊട്ടയിലിട്ട് ഇങ്ങനെ കിലുക്കുമ്പോൾ ഇതിൻ്റെ മുള്ളുകളൊക്കെ, ഇപ്പം മുള്ളുകളുണ്ട് അതിൽ, ആ മുള്ളുകളൊക്കെ കൊഴിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ കുക്കിംഗ്, ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസ്, പിന്നെ കുക്കിംഗ് ഏത് രീതിയിലൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ ആ കൂട്ടത്തിലുള്ള മുസ്തഫാക്ക നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. പക്ഷേ വോയിസ് അത്ര ക്ലിയർ അല്ല. അവിടെ കാറ്റടിച്ചതുകൊണ്ട്, മൈക്കിൽ കാറ്റടിച്ചതുകൊണ്ട് വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ആണ് കുറച്ച് ക്ലാരിറ്റി കമ്മിയുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. ശേഷം പിന്നെ വൈകുന്നേരം നമ്മൾ ഈശാക്കി ശരിക്കും വെയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച. വലിയ മാസമാണെങ്കിൽ നമ്മൾ 2 ആഴ്ച, ചെറുതാണെങ്കിൽ 1 ആഴ്ച. ശരിക്കും വീടാ ഈ ഉണക്കല്ലേ?